that is done. Question copy ചെയ്ത് കഴിഞ്ഞോ? Yes, sir. Okay. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് യു ഹാവ് എ കേസ് ഓഫ് ഐസെൻട്രോപിക് ഫ്ലോ പ്ലസ് ഫാനോ ഫ്ലോ. അപ്പൊ ഒരു കൺവേർജൻ ഡൈവേർജൻ നോസില് അതിന്റെ എക്സിറ്റിലെ ഒരു പൈപ്പ്. സോ ദ നോസിൽ സപ്ലൈസ് എയർ ടു ദി ഡക്ട്. നോസിൽ ഫ്ലോ ഐസെൻട്രോപിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. whereas the flow to the duct is ഫാനോ. ഫാനോ പറയാൻ കാരണം വെച്ചാൽ അതിന്റെ അസംഷൻസ് എല്ലാം ക്വസ്റ്റിന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡക്ട് ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻസുലേറ്റഡ് ഡക്ട് എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ഇൻസുലേറ്റഡ് ഡക്ട് ഇറ്റ് ഈസ് അഡയാബാറ്റിക്. then ഫ്രിക്ഷന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, ഡക്റ്റിലെ ഫ്രിക്ഷന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. സോ അഡയാബാറ്റിക് ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ ഇൻ എ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് ഈസ് ഫാനോ ഫ്ലോ. അപ്പൊ ഡക്ട് ഫ്ലോ എന്ന് പറയുന്നത് ഫാനോ ഫ്ലോ ആണ്. പിന്നെ നോസിൽ ഫ്ലോ ഐസെൻട്രോപിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു start with the given set of data. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ എന്താണെന്നുള്ളത് നോക്കുക. ഏതാ തന്നിരിക്കുന്നത്? നോസിലിന്റെ ഇൻലെറ്റ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. സോ ഇഫ് യു ഡ്രോ ദ so you have a nozzle convergent divergent nozzle with a pipe connected at the end. In the end pipe, constant area pipe or duct, what you call it. So this is the exit of the pipe, exit of the nozzle, which also happens to be the inlet of the pipe. So this is duct, or we can say it is pipe. Within the length array namakku. So let us say this is the duct exit. ആൻഡ് എക്സിറ്റ് കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് എക്സിറ്റ് വേണ്ടതെന്നുള്ള ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ഇൻലെറ്റ് കണ്ടീഷൻസ് തന്നിട്ടുണ്ട് ഏതിന്റെ നോസിലിന്റെ. നോസിൽ ഇൻലെറ്റ് കണ്ടീഷൻ ലെറ്റ് us say this is 1. നോസിലിന്റെ this is your throat and this is 2. The flow in the nozzle is isentropic. So up to here it is isentropic, and thereafter this friction or fano flow. The exit anengil oda vare. And here the inlet conditions എന്ന് പറയുന്നതാണ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇൻലെറ്റിലെ നോസിൽ ഇൻലെറ്റിലെ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? സ്പെസിഫൈഡ് ഇറ്റ് ഈസ് PO1. എത്ര തന്നിരിക്കുന്നത്? PO1 and TO1. നോസിൽ ഇൻലെറ്റ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ കേസ്? It is 7.5 bar. The stagnation properties of air at entry to the nozzle are 7.5 bar and 300 Kelvin. So here it is 7 bar and this is 300 Kelvin. These two are given. Then nozzle diameter തന്നിട്ടുണ്ട്. നോസിലിന്റെ ഡക്റ്റിന്റെ diameter തന്നിട്ടുണ്ട്. This is 15 mm diameter. So here diameter is 15 mm and the throat diameter is 7.5. So you have the diameter at this point. Diameter of the throat is 7.5 millimeter. കാര്യങ്ങൾ തന്നിട്ടുണ്ട്. So let us say the flow direction. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഡാറ്റ നമുക്ക് അറിയാവുന്നത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? You have to calculate the maximum length of the duct that can be provided without any discontinuity in the nozzle of the duct. So maximum length, duct in the maximum length ആണ് എനിക്ക് കാണേണ്ടത്. And also mentioned that there is no discontinuity in the flow. Nozzle ലോ ഡക്റ്റിലോ discontinuity ഇല്ല. Discontinuity ഇല്ലാത്തെന്ന് പറഞ്ഞ കേസ് എന്ന് പറയുന്നത് എന്താണ്? ഷോക്ക് വേവ്സ് ഇല്ല എന്നുള്ളത്. So there are no shock waves either in nozzle or in the duct. And also you have to determine the maximum duct length. Maximum duct length വരണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? എന്താണ്? ഡക്റ്റിന്റെ ലെങ്ത് മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? If the duct length is to be maximum, what is the condition?
പൈപ്പിന്റെ ലെങ്ത് മാക്സിമം ആണ്. നമ്മുടെ ഏതാണ് കണ്ടീഷൻ? Exit is only condition. Exit, അതായത് if this is the exit of the duct, this should be M3 should be equal to 1. So that this will be L max. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നോസിലിന്റെ കേസിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്ക് ഡക്റ്റിന്റെ കേസിൽ ആകെ അറിയാവുന്ന ഡക്റ്റിന്റെ ഡയമീറ്ററും നോസിൽ അതിന്റെ എക്സിറ്റിലെ മാക് നമ്പർ വാല്യൂ അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമുക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് ദി whatever conditions that are mentioned in the case of nozzle. അപ്പൊ നോസിലിൽ നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ആലോചിക്കാം. നോസിലെ ഇൻലെറ്റിലെ ആകെ തന്നേക്കുന്നത് സ്റ്റാറ്റിക് പ്രഷർ ഒന്നും തന്നിട്ടില്ല. ഇൻലെറ്റ് കണ്ടീഷൻസ് പറയുന്നത് അവിടെ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. PO1 ഉം PO1 ഉം തന്നിട്ടുണ്ട്. Then how will you start now? Whether any other data you can get or you can point it out now. നോസിൽ സോൾവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. നോസിലിന്റെ ത്രോട്ടിലെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, എക്സിറ്റിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. നോസിലിന്റെ എക്സിറ്റ് ഡയമീറ്റർ തന്നെയാണ് പൈപ്പിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. So what you can do here is you can calculate the area ratio of the nozzle at exit. A2 by A asterisk കാണാം. A asterisk എന്ന് പറയുന്നത് എന്താണ്? ത്രോട്ട് ഏരിയ ആണ്. So first, so you write, consider the isentropic flow in the duct. So let us consider the isentropic flow in the nozzle. Isentropic flow in the nozzle. So you find out A2 by, so what will be A2 by A asterisk? This will be not okay, A2 by A asterisk is A2 by A asterisk is throat. So throat in the diameter, exit and the diameter area, you calculate that area ratio. So this will be equal to d2 square by dt square. So what will be this area ratio? 4 ആണോ? അതായത് d2 എന്ന് പറയുന്നത് 15 സ്ക്വയർ അല്ലേ? 15 സ്ക്വയർ ബൈ ഇത് 7.5 സ്ക്വയർ. So it is 4. So now you refer the isentropic flow table. So now let us consider or refer the isentropic table. Gamma, let us air ആണ്, we can take it as 1.4. For area ratio A2 by A asterisk equal to what? 4. You find out the exit Mach number of the nozzle, and that will be the inlet Mach number of the duct. So from the data book, you can now read the area ratio corresponding to area ratio for Mach number corresponding to area ratio 4. Again, when you refer the data book, you can find two Mach number values for this area ratio, and which will be accepting. So which can be accept. You can which value you can take now. രണ്ട് വാല്യൂസ് അവിടെ കിട്ടും. ഏരിയ റേഷ്യോ എടുക്കുമ്പോൾ 4 എന്നുള്ള ഏരിയ റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിളിൽ നിന്ന് ഒരു സബ്സോണിക് മാക് നമ്പറിന്റെ വാല്യൂ കാണും, ഒരു സൂപ്പർസോണിക് മാക് നമ്പറിന്റെ വാല്യൂ കാണും. അതിൽ ഏത് വാല്യൂ ആണ് ഇവിടെ എടുക്കേണ്ടതെന്നുള്ളതൊന്ന് ആലോചിക്കും. പെട്ടെന്ന് പറയാമല്ലോ, എത്ര ആലോചിക്കാനില്ല. നോസിൽ കൺവേർജന്റ് ഡൈവേർജന്റ്. കൺവേർജന്റ് ഡൈവേർജന്റ് നോസിലാണെങ്കിൽ ഫ്ലോ അതിന്റെ എക്സിറ്റിലെ മാക് നമ്പർ വാല്യൂ എന്തായിരിക്കും? കൺവേർജന്റ് സൂപ്പർസോണിക് വാല്യൂ ആയിരിക്കും. So you have to consider the supersonic value. So from the data book you write down what is M2,
then P2 by PO2, then T2 by TO2. ഇത് രണ്ടും മതിയല്ലോ നമുക്ക്, വേറെ ആവശ്യമില്ല. ഇൻലെറ്റിലെ കണ്ടീഷൻസ് നമുക്ക് ഡക്റ്റിന്റെ ഇൻലെറ്റിലെ കണ്ടീഷൻസ് അല്ലെങ്കിൽ നോസിലിന്റെ എക്സിറ്റിലെ കണ്ടീഷൻ that you can find out. So you tell me that values what you can read from the data book. M2 യുടെ വാല്യൂ എത്ര വരും? ഏരിയ റേഷ്യോ 4ന്റെ മാക് നമ്പർ എത്രയാണ്? എത്രയാ? For area ratio 2.94. 2.94. Pressure ratio P2 by PO2 0.0298. 0.0298. And temperature ratio 0.367. 0.367. So now we can find out P2 and T2. അതിന് PO2 എന്തായിരിക്കും? ഫ്ലോ ഐസെൻട്രോപിക് ആണ്. Flow in the nozzle is isentropic. So what will be PO2? PO1. PO2 will be TO1. So that you can mention there. Since the flow is isentropic in the nozzle, PO2 equal to PO1 and PO2 equal to PO1. അത് രണ്ടും തന്നിട്ടുണ്ട്. Since the flow is isentropic in the nozzle, PO1 equal to PO2 and PO1 equal to PO2. Isentropic flow ile stagnation conditions constant ആണ്. So whatever values are specified for the inlet, they are also true for the exit. So now you calculate P2. So the exit, what you have is now solving, what you get is P2 and P2. എത്ര വരുന്നു കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. P2 by PO2 and T2 by TO2 എഴുതിയിട്ടുണ്ട്. You calculate at the, tell me pressure and temperature at nozzle exit, or you can say the values at the duct inlet. Calculate ചെയ്തോ? T2 110.1 Kelvin. ഏതാ ഇതോ? T2 110 Kelvin. 0.1. ഇതോ? 0.2235 bar. 2.35. Okay, 2235 bar. Okay. So you have now the inlet conditions of the duct. Nozzle inlet conditions, nozzle exit condition അല്ലെങ്കിൽ duct inlet conditions അറിയാം. ഇനി നോർമൽ കണ്ടീഷൻ നമ്മൾ ചെയ്തോളൂ. അപ്പൊ നോസിൽ ഇൻലെറ്റ് ഡക്റ്റിന്റെ ഇൻലെറ്റ് സോൾവ് ആയി. Now you can find out the maximum length for the duct. So now we consider the fan of flow in the duct. So now let us consider the fan of flow in the duct. So now considering fan of
flow in the duct. So at inlet of the duct you have Mach number. So now you refer the Fano table. So Fano flow table, comma 1.4 we may take. So at M2 equal to 2.94. You read the P2 by P asterisk. P2 by T asterisk and അതൊക്കെ ഡാറ്റ വേണോ എല്ലാം റീഡ് ചെയ്യാം. P2 by T asterisk and P2 by T asterisk. ഇനി ഏതാ PO2 by PO asterisk and 4F by D L max for 2 section 2 എന്നുള്ള മാക്സിമം ഡക്ട് ലെങ്ത്. ഇത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് റീഡ് ചെയ്യുക. ഇത് ഇവിടെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ നോർമലി നമുക്ക് പെട്ടെന്ന് തെറ്റുപറ്റാവുന്ന കാര്യം, പി ആസ്റ്റിക് എന്ന് പറയുന്ന പി ആസ്റ്റിക് നേരത്തെയുള്ള കണ്ടീഷൻസ് അല്ല. അത് എപ്പോഴും ഓർക്കുക. കാരണം വെച്ചാൽ നേരത്തെ നമ്മൾ ഐസോട്രോപിക് കേസ് പറയുമ്പോൾ ഐസോട്രോപിക് ഫ്ലോ എടുക്കുമ്പോൾ അവിടുത്തെ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ത്രോട്ടിലാണ്. ആ ത്രോട്ടിലെ കണ്ടീഷൻസ് അല്ല ഫാനോ ഫ്ലോയുടെ കേസ് വരുമ്പോൾ എടുക്കേണ്ട ക്രിട്ടിക്കൽ കണ്ടീഷൻ. അത് ഡിഫറെന്റ് കേസാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോൺ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണ്. P2, T2, PO2 അറിയാം. PRC എന്ന് പറയുന്നത് ഫാനോ ഫ്ലോയിലെ ക്രിട്ടിക്കൽ കണ്ടീഷൻ. ആൻഡ് ദാറ്റ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ഇൻ ദിസ് കേസ് ഈസ് അത് എക്സിറ്റിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മാക്സ് നമ്പർ 1 ആണ് എക്സിറ്റിൽ എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ കേസ്. യു ടെൽ മീ ദ പ്രഷർ റേഷ്യോ, ടെമ്പറേച്ചർ റേഷ്യോ ആൻഡ് stagnation ratio, then duct length, maximum duct length ratio. P2 by P star Yeah. 0.226. 0.226. Then T2 T2 by by 0.439. 0.439. ഇത് 4. ഹലോ ഇത് 0.513. 0.13. Okay. So you have these ratios. Now you find out that ratios. P asterisk. P asterisk. So these are the conditions. These are the critical conditions. P asterisk. So you calculate those ratios, those values, and the conditions set to the length. Okay. Also, you find out the Lmax 2. Lmax 2 തന്നെയാണ് ഇവിടുത്തെ Lmax. കാരണം ഇവിടെ ഡക്റ്റിന്റെ എക്സിറ്റില് ആ ഡക്റ്റിന്റെ മാക്സിമം ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് Lmax 2. So what is P star? എന്താണ് 4 ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യൂ. ഈ കേസിൽ നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനില് ഫ്രിക്ഷൻ ഫാക്ടർ എന്നാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആക്ച്വലി ദ വാല്യൂ ഗിവൺ ഈസ് എഫിന്റെ വാല്യൂ തന്നെയാണ്, 4F അല്ല. ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടർ എന്നുള്ള രീതിയിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അതർവൈസ് നോർമലി 0.005 എന്നുള്ള ആ റേഞ്ചിലൊക്കെ വരുന്ന വാല്യൂസ് എല്ലാം ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് വാല്യൂസ് ആയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. Normally we call it as friction coefficient. കിട്ടിയോ? വാല്യൂസ് കിട്ടിയോ?
ഗ്യാസ്ട്രിക്കിന്റെ വാല്യൂ കിട്ടിയോ? ക്രിട്ടിക്കൽ പ്രഷർ, ടെമ്പറേച്ചർ, Critical pressure 0.055 bar 559 0.0559 9 ബാർ. ഓക്കെ, ഇതാ 250.57 250.57 കെൽവിൻ. Kelvin. പിഒ One ആസ്ട്രിക് 1.875 bar 875 ബാർ. എൽമാക്സ് 2 ഇവിടെ നിന്ന് ഡയറക്റ്റ് കാണാം. കാരണം ഇനി എക്സിറ്റിലെ 4FA എൽമാക്സ് ബൈ 2 വാല്യൂ 0 ആയിരിക്കും. മാക് നമ്പർ 1 അല്ലേ? 350. ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 15 mm. 384.75 millimeter 380 4 ആണ് 384.75 384 അല്ലേ? 7 അല്ലേ? മില്ലിമീറ്റർ ആണോ മീറ്റർ ആണോ? millimeter. So you have the duct length. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആണ്. ഇനിയോടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? what is the maximum duct length? അപ്പോൾ അതാണ് ഇപ്പൊ കിട്ടിയത്. Then find condition of air at the exit. കണ്ടീഷൻ ഓഫ് എയർ അറ്റ് ദ എക്സിറ്റ് എന്താണ്? ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണ്. അത് ഓൾറെഡി ഇപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ടിയാസ്റ്റിക് എത്രയാണ്? അതാണ് നോക്കിന്റെ എക്സിറ്റിലെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. So that problem is solved. So now move on to the next. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അടുത്ത പ്രോബ്ലം എഴുതിക്കോളൂ. ചെറിയ പ്രോബ്ലമാണ്, അപ്പൊ അധികം ചെയ്യാനൊന്നുമില്ല. Refinery hydrocarbon gas at 30 degrees centigrade flows through a 100 meter long buried pipeline of 30 mm diameter. At the entrance, the average velocity is 15 meter per second and the static pressure is 2 bar. Find the exit condition from the pipeline assuming ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മള് ഐസോതെർമൽ ഫ്ലോ എന്ന് പറയുന്ന അഡയബാറ്റിക് ഫ്ലോ എന്ന് എഴുതുള്ളൂ കേട്ടോ. ആ കേസ് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക്. അസ്യൂമിങ് അഡയബാറ്റിക് ഫ്ലോ, ഐസോതെർമൽ ഫ്ലോ കേസ് എടുക്കണ്ട. കറക്റ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. അസ്യൂമിങ് അഡയബാറ്റിക് ഫ്ലോ ത്രൂ ദി ഡക്ട്. ഐസോതെർമൽ ഫ്ലോ വിൽ ഡിസ്കസ് ഇറ്റ് നെക്സ്റ്റ് ക്ലാസ്. നിങ്ങൾ എഴുതുമ്പോൾ ഫൈൻഡ് ദി എക്സിറ്റ് കണ്ടീഷൻ ഫ്രം ദി pipeline assuming adiabatic flow through the duct. Take friction 0.0034, molecular weight of the gas 16 and gamma 1.4. എഴുതിയാൽ മതി, ബാക്കി ഞാനിവിടെ പറയാം. ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പറയും. അതായത് ദാറ്റ് ക്വസ്റ്റ്യൻ ആസ് അഡയബാറ്റിക് ഫ്ലോ. ഐസോതെർമൽ ഫ്ലോ വേറൊരു കേസാണ്, അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത്. കറക്റ്റ് ദാറ്റ് അഡയബാറ്റിക് ഫ്ലോ. എഴുതി കഴിയുവാണെങ്കിൽ പറയാം. എഴുതി കഴിഞ്ഞോ? മുപ്പത്തിരു സാർ.
ആ സാർ കഴിഞ്ഞു. ഓക്കെ. ഇതിൽ പ്രത്യേകിച്ച് പൊതുവായിട്ട് ഒന്നുമില്ല. പാനോഫ്ലോയുടെ കേസ് മാത്രമേ ഉള്ളൂ, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ആകെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ഗാമ വാല്യൂ ഡിഫറെന്റ് ആണ്, വേറൊരു എയർ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞത്, ആക്ച്വലി നമ്മുടെ പാനോഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, അഡയാബാറ്റിക് ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഐസോതെർമൽ ഫ്ലോ ആണ്. സോ ദാറ്റ് ഈസ് എ ഡിഫറെന്റ് കേസ്. ആക്ച്വലി നിങ്ങൾക്ക് സിലബസിൽ ഈ ഒരു ഇതിന്റെ പ്രോബ്ലംസിന്റെ പാർട്ട് പറഞ്ഞിട്ടില്ല. ഡെറിവേഷൻ ഇപ്പൊ നമ്മളെ പാനോഫ്ലോ ഡിസ്കസ് ചെയ്തപ്പോൾ അതിന്റെ ഗവേണിംഗ് ഇക്വേഷൻസ്, അതിന്റെ പ്രോപ്പർട്ടി റിലേഷൻസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ സിലബസിൽ നിങ്ങൾക്ക് ഈ ഐസോതെർമൽ ഫ്ലോ ജസ്റ്റ് അതിന്റെ പ്രിലിമിനറി അതിന്റെ തിയറി പാർട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഐസോതെർമൽ ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ, കോൺസ്റ്റന്റ് ഏരിയ ഡെക് ഫ്ലോ തന്നെ, ഫ്ലോ അഡയാബാറ്റിക് അല്ല, ഇൻസ്റ്റെഡ് ഓഫ് അഡയാബാറ്റിക് ദ ഫ്ലോ ഇസ് ഐസോതെർമൽ. അപ്പൊ അതെന്താണ്, ഏത് കേസാണ്, അതിന്റെ കേസിൽ ഈ HS ഡയഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത നാളെ വെനസ്ഡേ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോബ്ലം ഒന്നുകൂടെ റീവർക്ക് ചെയ്യാം. പക്ഷെ ഇത് ഈ പ്രോബ്ലം ആയിട്ട് നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല. പ്രത്യേകിച്ച് പറഞ്ഞേക്കുന്നത് ഇതിന്റെ തിയറി മാത്രം മതി എന്നാണ് പറഞ്ഞേക്കുന്നത് ഐസോതെർമൽ ഫ്ലോ. ബട്ട് വി വിൽ സോൾവ് ദിസ് പ്രോബ്ലം. കാരണം ഇത് ഈ നിങ്ങളുടെ ഡാറ്റാ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ പാനോഫ്ലോ കഴിഞ്ഞിട്ട് അടുത്തൊരു ടേബിള് ഈ ഐസോതെർമൽ ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഡാറ്റ ബുക്ക് ചൂസ് ചെയ്യുമ്പോൾ, ഡാറ്റ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റി പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പാനോഫ്ലോ ടേബിള് അഡയാബാറ്റിക് ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് ഐസോതെർമൽ ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ, ഈ 3 ഡിഫറെന്റ് ഗാമ വാല്യൂസിന്റെ ഡാറ്റ കൂടി അതിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. സോ നൗ വി വിൽ സോൾവ് ഇറ്റ് ബൈ അസ്യൂമിംഗ് ദാറ്റ് ദ ഫ്ലോ ഈസ് അഡയാബാറ്റിക്. അപ്പൊ ഇവിടെ നോർമൽ എന്താണ്, ഒരു duct with the inlet conditions defined as എന്താണ്, hydrocarbon gas flowing through the duct. So you have a constant area duct with the inlet conditions എന്ന് പറയുന്നത്, let us say this is 1 and this is 2, this 2, so this is P1 and T1 are given. T1 എന്ന് പറയുന്നത് 30 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Then P1 is 2 bar. Then you have the flow method. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്, 30 ഡിഗ്രി 100 meter length തന്നിട്ടുണ്ട്. So the length is given. So let us say this is the duct length L, and let us now also show the reference. Let us say this is your critical section, so that this is your Lmax 1, and this will be your Lmax 2. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഗാമ വാല്യൂ ദിസ് മെൻഷൻഡ് ഗാമ ആസ് 1.3. R വാല്യൂ കാണാനായിട്ട് അവിടെ മോളിക്കുലാർ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്, ഗ്യാസിന്റെ മോളിക്കുലാർ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. Then velocity at the inlet also given, right? C1 is എത്രയാ പറഞ്ഞേക്കുന്ന വെലോസിറ്റി? C1 is എത്ര വെലോസിറ്റിയോടെയാണ് ഗ്യാസ്? എത്ര? 15 meter per second. So now you can find out the Mach number value of the inlet. Sir, gamma 1.4 അല്ലേ? 1.4 എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ 1.3 എന്നുള്ളത്. Okay, gamma 1.4, sorry, gamma is 1.4. Okay, 1.3 എന്ന് വായിച്ചതാ. So gamma 1.4. So now we calculate the Mach number value of the inlet. So Mach number, so at duct inlet M1 equal to C1 by A1 or C1 by root gamma R T1. R calculate ചെയ്യാനാണ് അവിടെ വന്നേക്കുന്നത്. So M1 equal to C1 by root of gamma R is universal gas constant value അറിയാമെങ്കിൽ, so RU by M, that by M, molecular weight into T1. So we substitute 15 by 1.4 into R is
8.314 അല്ലേ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു T1 ഈസ് 30 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര 303. So that you calculate ഇടയ്ക്ക് കയറി വര വീഴുന്നുണ്ട്. എനിക്ക് അതിന്റെ ഈ എന്തെങ്കിലും സെറ്റിംഗ്സ് വല്ലതും കാണും. കിട്ടിയോ? 0.032. Okay, 0.032. Okay, Mach number. So that Mach number you can now use to find the critical property, reference properties from the data book. അപ്പോൾ നമുക്കിവിടെ എന്താണോ വേണ്ടത് അനുസരിച്ചിട്ട് നിങ്ങൾ റീഡ് ചെയ്യുക. ഏതാ വേണ്ട കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ എക്സിറ്റ് കണ്ടീഷൻ ഓഫ് ദി പൈപ്പ് ലൈൻ. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സിറ്റ് കണ്ടീഷൻസ് കാണണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡാറ്റ വേണമെങ്കിൽ അത് എടുക്കാതെ. സോ യു സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ to get those values from the isentropic table. So now we refer the isentropic table to get the stagnation properties. So from isentropic table, gamma 1.4, so at M1 equal to 0.032. You read P1 by PO1 and T1 by TO1. ആ വാല്യൂസ് എത്ര എന്നുള്ളത് നോക്കുക. So P1 by PO1, PO1 by PO1. Those values you can get from the isentropic table and the corresponding stagnation pressure values you calculate. കിട്ടിയോ? Point 999. പോയിന്റ് ഇത് ആയിട്ടത്. ഓക്കെ, ഇത് 0.999 അത് തന്നെ. രണ്ടും സെയിം ആണോ? Okay, so that will give you PO1 and the TO1 values. So you calculate PO1 and TO1. PO1 2.5025. 2.05. അല്ല 5025. 2.50. 5025. 25 bar. Okay. ഇത് 303.303. Okay. Inlet conditions എല്ലാമായി. Now you can refer the Fano table. Fano flow table. Gamma 1.4. അവിടെ നിന്ന് T1 by T star
P1 by P star PO1 by PO star, then 4F by D L max 1. ഈ 4 വാല്യൂസും കാണാം. വാല്യൂസ് പറയാമോ? P1 by P1 by P star. ടേബിൾ എടുക്കുമ്പോൾ മാക്സ് നമ്പർ വാല്യൂ എടുക്കുക. So this is at M1 at M1 നേരത്തെയുള്ള 0.032 അല്ലേ? 0.032 മാക്സ് നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ട്. So what are your values? 0.03 not 3 വരുമ്പോൾ കിട്ടുന്നുണ്ടോ? P1 by T star 1.199. P1 by T star 1.199. ഇത് 41.076. 41.076. PO1 by PO star 21.712. 712. ഇത് 1109.401. 1109. 401. Okay. So now you find out the reference values T star, P star, PO star. Some values ഇവിടെ കാണുക. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നത്, ടൈം ആയതുകൊണ്ട് കഴിയാറായി. എക്സിറ്റിലെ വാല്യൂസ് നിങ്ങൾ ബാക്കി കാൽക്കുലേറ്റ് ചെയ്തോളൂ, പറഞ്ഞുതരാം. എക്സിറ്റില് നമുക്കറിയാവുന്ന, നമുക്ക് ഡക്റ്റിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്. ഡക്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്ന L ആണെങ്കിൽ what you can write is 4F by D L will be equal to 4F by D L max 1 minus 4F by D L max 2. അല്ലേ? അതില് ഇതിപ്പോ ഈ വാല്യൂ L നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നോൺ ആണ്, ഈ നോൺ ക്വാണ്ടിറ്റി ആണ്, ഇത് നോൺ ക്വാണ്ടിറ്റി ആണ്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അറ്റ് ദ എക്സിറ്റ് യു ഫൈൻഡ് ഔട്ട് what will be the value of 4F by D L max. ആ റേഷ്യോ കണ്ടിട്ട് then you go to the fan of flow table again and locate the exit condition, exit max number and property ratios. അപ്പൊ അതിൽ നിന്ന് എക്സിറ്റിലെ പ്രോപ്പർട്ടീസ് കാണാം. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഇൻലെറ്റിലെ റെഫറൻസ് കണ്ടീഷൻസ് കാണുക. T asterisk, P asterisk, P asterisk you calculate. Then to calculate the exit condition, what you know is duct length പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്ര duct length പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനിലെ duct length തന്നിട്ടുണ്ടാവും. എത്രയാ? 100 മീറ്റർ എന്നാ പറഞ്ഞേക്കുന്നത്. സോ duct length is 100 മീറ്റർ. അങ്ങനെയാണ് 100 മീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? You relate to
for that two Lmax values. 4f by d, L will be 4f by d Lmax 1 minus 4f by d Lmax 2. So you calculate 4f by d Lmax 2. The value calculate here. Now go to the Fano table. Table gamma 1.4. You go to that Fano flow table and locate this ratio at 4f by d Lmax 2 equal to. You get the M2. That is M2 M2 കിട്ടും. And the exit max number value M2 you find out. Then P2 by P asterisk and P2 by P asterisk. Also the PO2 by P asterisk. The denominator already solve PO2 by P asterisk. So this will give you P2, P2 and PO2. So you solve. Okay. So that will complete that problem. Hello? Hello? സാർ മനസ്സിലായോ? സാർ മറ്റേ 4FD Lmax 100 ഇട്ട് ചെയ്യുമ്പോഴേ 45.33 ആ കിട്ടിയത്. ഏത് 100 ഇട്ട് ചെയ്യുമ്പോ 4FD by Lmax. Lmax 2 ആണോ? അല്ല L അല്ല L കാണാനല്ല പറഞ്ഞത്. L തന്നിട്ടില്ലേ? 100 മീറ്ററിന് തന്നിട്ടില്ലേ നമുക്ക്? 4f by d Lmaxന്റെ വാല്യൂ ഇവിടെ ഈ ഡാറ്റയെന്ന് ഇത് നിങ്ങൾക്ക് അറിയാം. 4f by d Lmax 1 is 109. അല്ല 1109 ഇത്രയും തന്നിട്ടുണ്ട് വാല്യൂ. So what I told you is to calculate what will be the exit 4f by d Lmax value. അപ്പോൾ ലെങ്ത് അറിയാന്നുണ്ടെങ്കിൽ you can put this here 4f by d L. This L is 100. This will be equal to this value minus അങ്ങനെ ചെയ്തൂടെ? ഇതിങ്ങനെ വരുന്നത് 4f d 100 L is 100 will be equal to നിങ്ങൾക്ക് 1009 പോയിന്റ് എത്ര കിട്ടി? 4 മൈനസ് 4f by d Lmax 2. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതാണ് എക്സിറ്റിലെ വാല്യൂ. ഈ എഫ് അറിയാം, ഡി അറിയാം, ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. So you get what is 4f by d Lmax value for the exit. അപ്പൊ അത് വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക്. മനസ്സിലായോ? സാർ അപ്പാഴേ 4FD Lmax 2 1064.07 ഒന്നാ കിട്ടി. 1064. പക്ഷെങ്കി അത് ഡാറ്റാ ബുക്കില് പക്ഷെ അത് അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അല്ല നേരത്തെ ആണ് ആവറേജ് എടുക്കുമായിരുന്നു 0.03. അല്ല ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് എടുക്കാം. ഈ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള എടുക്കാം. 0.02 എടുത്താൽ മതി. എക്സിറ്റിലെ മറ്റു 100 മീറ്റർ മില്ലിമീറ്റർ ആക്കണം. വേണ്ട എന്താണ് ഇവിടെ രണ്ടും ഒരു യൂണിറ്റിലുണ്ട്. ഇത് എത്ര 100 മീറ്റർ ആണെങ്കിൽ ഇവിടെ ഇതല്ലേ 4f Lmax by d എന്ന് പറയുന്ന ഇതാണ് ഡയമെൻഷൻലെസ് യൂണിറ്റ് ആണ്. 4f Lmax by d എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് യൂണിറ്റ് ആണ്. അപ്പൊ 100 മീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ മീറ്ററിലാക്കണം. മനസ്സിലായോ? അന്നേരം വ്യത്യാസമുണ്ട് സാർ. അന്നേരം 656.071 ആ വരുന്നത്. അത് വാല്യൂ മാറുമായിരിക്കും. മില്ലിമീറ്ററിൽ രണ്ടു യൂണിറ്റ് ആകണം. എഫ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന 0.005. രണ്ടു യൂണിറ്റ്. 100 മീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 30 മില്ലിമീറ്റർ. അത് മീറ്ററിലോട്ട് മാറ്റണം. എഫും ഡി എൽമാക്സ് എല്ലും ഡി ഒരു യൂണിറ്റ് വരണം. അത് അതിൻ്റെ അകത്ത് വേറെ ചോദ്യമല്ല. അപ്പൊ ഈ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുക. 4f by d Lmax വാല്യൂ കണ്ടിട്ട് ഡാറ്റാ ബുക്കിൽ എടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. എത്ര കിട്ടുന്ന നിങ്ങൾക്ക്? 1064 കിട്ടിയ. പക്ഷെ ഡാറ്റാ ബുക്ക് അല്ല ഇത് ഈ യൂണിറ്റ് സെയിം ആക്കിയിട്ട് കിട്ടിയ വാല്യൂ ആണോ? അതെ. ഓക്കെ. അപ്പൊ 1064.
64 പോയിന്റ് ആയിക്കോട്ടെ. സോ ലെറ്റ് us from the data book let us say it is m2 is 0.02. അതേ ഉള്ളൂ അവിടെ, അതങ്ങ് എടുത്താൽ മതി. പിന്നെ അവിടെ ഇനി അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോയാലും നടക്കത്തില്ല, കാരണം 0.02 0.04 ആണ് കിടക്കുന്നത്. സോ we can accept the value 0.02. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അങ്ങ് എടുത്താൽ മതി. സോ ദീസ് റേഷ്യൂസ് ആർ 0.02. അപ്പൊ ഇത് T2 by T asking എന്ന് പറയുന്നത് 1.15 ആണ്. ഇത് 1.15. P2 by P asking value 53.61. 53.617. Okay. Then PO2 by PO star is 29.268. So this will be 29.268. Padiyana T2, P2, PO2 calculate here. Okay. വേറെ വാല്യൂ ആയിരുന്നല്ലോ കിട്ടുന്നത്. ഏതാണ്? ഇപ്പൊ 600 അടുപ്പിച്ച് വരുവാണെങ്കിലും 0.02 തന്നെ എടുത്താൽ മതിയോ? അല്ല, ഇപ്പൊ ഇതാന്ന് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല. നിങ്ങൾ പറയുന്നതാണ് അവിടെ എഴുതുന്നത്. നിങ്ങളാ പറഞ്ഞത്, ആരോ പറഞ്ഞപ്പോ 1064. അല്ല, ഇപ്പൊ ഇതല്ലേ വാല്യൂ? എനിക്ക് 656.07 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് നോക്കുക, ഇപ്പൊ എത്ര വരും? അത് 474 ആണ്. 656 വരുവാണെങ്കിൽ 440 ആണ് ക്ലോസസ്റ്റ് വരുന്നത്, 0.04. സോ ഇതിന്റെ അകത്ത് അപ്രോക്സിമേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് വേറെ പാടാ അല്ലേ? കാരണം 0.02 0.04 ഉള്ളൂ. അപ്പൊ നിയറസ്റ്റ് എത്ര വരും എന്നുള്ളത് നോക്കുക. എക്സിറ്റിൽ എന്തായാലും എക്സിറ്റിൽ എന്താണ്? എക്സിറ്റിൽ നമുക്ക് ഇൻലെറ്റില് ഡക്റ്റിന്റെ ഇൻലെറ്റില് 0.032 ആണ്, സബ്സോണിക് ആണ്. അപ്പൊ എന്തായാലും ഫ്ലോ ആക്സിലറേഷൻ നടക്കുള്ളൂ. അപ്പൊ അതിനെക്കാട്ടും ഒരു ഹയർ വാല്യൂ എടുക്കുക, അത് നടക്കുള്ളൂ ഇവിടെ. 0.04 എടുത്താൽ മതിയോ? അത് എടുക്കുക, അതങ്ങ് എടുക്കുക. 0.04 എടുക്കാം. അങ്ങനെ ഈ 1064 തെറ്റാണോ? അപ്പൊ 656 വരുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യൂ. തർക്കത്തിന് ഞാനില്ല. അത് 1109 - 4 എന്തായാലും ഇതിനെക്കാട്ടും താഴെ ആയിരിക്കും. ഇതിപ്പുറത്ത് ഈ സൈഡിൽ വരുമ്പോൾ ദിസ് വിൽ ബി 1109 മൈനസ് ദിസ് വാല്യൂ. ഈ 4f/d into L എന്ന് എത്ര എന്നുള്ളത് എനിക്കറിയില്ല, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. സബ്സ്ട്രാക്ട് ആൻഡ് ഫൈൻഡ്. ഓക്കെ, അത് കൺഫേം ചെയ്യുക. എന്നിട്ട് ആ വാല്യൂ വരുന്ന രീതിയിലുള്ള M2 വാല്യൂ എടുക്കുക. ഈ M2 ഇതല്ലെങ്കിൽ യു ചേഞ്ച് ഇറ്റ്. ഇഫ് ദിസ് ഈസ് നോട്ട് കറക്റ്റ്, വാട്ട് എവർ വാല്യൂ യു ആർ ഗെറ്റിംഗ് യു റൈറ്റ് ദാറ്റ് 104 ആണെങ്കിൽ അത് ഇടുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ പ്രഷർ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എക്സിറ്റിലെ ടെമ്പറേച്ചറും പ്രഷറും ആയി. അത് അതിന്റെ ഡിനോമിനേറ്റർ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ക്രിട്ടിക്കൽ കണ്ടീഷൻസ്. ഓക്കെ, okay. Okay then. So thank you then.